എന്തുകൊണ്ടാണ് അർജുനൻ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ അവസരം ഉണ്ടായത്? കാര്യം വിവസ്വാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങള്, സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കാലക്രമേണ ഇതിന് നഷ്ടപ്രായമായില്ല. ഇതിന്റെ അർത്ഥം നഷ്ടപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവത്ഗീതയുടെ അർത്ഥം നഷ്ടമായി എന്നതിന് അർത്ഥമില്ല. നമ്മൾ മനസ്സിലാക്കിയിരുന്ന ശൈലി മാറിപ്പോയി എന്നുള്ളൂ. കാലക്രമേണ രാജർഷികൾ ഇത് മനസ്സിലാക്കിയിരുന്നു. ക്രമേണ വരുമ്പോൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ അതിന് മൂല്യച്യുതി സംഭവിച്ചു. മനസ്സിലാക്കല്ലേ, ശ്ലോകങ്ങൾക്കും ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾക്കും ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കില്ല. ഭഗവാന്റെ വാക്കുകളെല്ലാം അപൗരുഷേയമാണ്, മനുഷ്യനിർമ്മിതമല്ല. മനുഷ്യർക്കായി നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ച്യുതിയും കാര്യങ്ങളൊക്കെ സംഭവിക്കുള്ളൂ. ഭഗവാനാൽ അപൗരുഷമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നാശമോ നഷ്ടമോ ഒന്നും സംഭവിക്കില്ല. അപ്പൊ അതാണ് ഇവിടുത്തെ സാഹചര്യം. അപ്പൊ അത് കാലക്രമേണ അതിന്റെ ഇത് മനസ്സിലാക്കുന്നത് നഷ്ടപ്പെട്ടത് കാരണം വീണ്ടും അർജുനന് ഭഗവാൻ ഈ കാര്യം വിവരിച്ചു കൊടുക്കുന്ന സന്ദർഭം. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ നേരിട്ട് വിവരിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായത്. അതിനാലാണ് ഈ ജ്ഞാനത്തിന് അതീന്ദ്രിയ ജ്ഞാനം എന്നുള്ള പേര് വന്നത്. ഇത് 2 ദശലക്ഷം മത്സരങ്ങളായിട്ട് ഭൗതിക പ്രപഞ്ചത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഭഗവത്ഗീതാ ശാസ്ത്രം. ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജ്ഞാനമാണ്. അതിനുശേഷം പിന്നീട് 5000 വർഷങ്ങൾക്ക് മുമ്പ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഭഗവാൻ അർജുനനെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കാര്യങ്ങൾ. അർജുനന് ശരിക്കും അറിയാം. അർജുനൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിത്വം നമുക്കറിയാല്ലേ. ഭഗവാന്റെ ഉത്തമ സുഹൃത്താവാൻ പറ്റിയ, ഭഗവാന്റെ കൂടെ ജനിച്ചു വളരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾക്കായിരിക്കില്ല എന്നൊരു സന്ദർഭം കിട്ടിയിട്ടുണ്ടാവും. അർജുനൻ മഹായോദ്ധാവാണ്, നമുക്കറിയാം. സാധാരണ വ്യക്തിത്വമല്ല. അർജുനന്റെ പാരമ്പര്യം നോക്കിയാൽ തന്നെ കാണാം. രാജകുടുംബത്തിൽ ഉള്ള ആൾക്കാരായിട്ട് ബന്ധവും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വ്യക്തിത്വമാണ് അർജുനന്റെ. പിന്നീട് ഒരു സംശയം വരാൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ കഴിഞ്ഞ അധ്യായങ്ങളിലായിട്ട് നമുക്കും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ശ്രീല പ്രഭാജി മനസ്സിലാക്കി തന്നു അല്ലെ. നമുക്കും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കഴിഞ്ഞ അധ്യായങ്ങളോട് നമുക്ക് മനസ്സിലാക്കി തന്നു. അതായത് ഭഗവാന്റെ ശരീരം എന്താ, നമ്മുടെ ശരീരം നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാ? ഭഗവാൻ സച്ചിദാനന്ദനാണ്. സച്ചിത് ആനന്ദം ആയിട്ടുള്ള ശരീരമാണ് ഭഗവാന്റെ. അതീന്ദ്രിയ രൂപമാണ് ഭഗവാന്റെ. അതിനൊരിക്കലും നാശമില്ല. നേരെ മറിച്ച് നമ്മുടെ ശരീരം അങ്ങനെയാണോ? നമ്മുടെ അസിത് അജിത് നിരാനന്ദമാണ്. നമുക്ക് എപ്പോഴും ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ ഭൗതിക ലോകത്ത്, അല്ലെ? നിരാനന്ദം, ആനന്ദം നമുക്ക് ശരിക്കും സദാസമയം ആനന്ദം അനുഭവിക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? നൈമിഷികമായിട്ടുള്ള ആനന്ദങ്ങളൊക്കെ നമുക്ക് ഒരു സമയത്ത് വന്നു ചേർന്നിരിക്കും. ക്രമേണ അത് നമുക്ക് മാഞ്ഞു പോകുന്നതായിട്ട് സ്വയം നമുക്ക് തന്നെ മനസ്സിലാവും. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ നമുക്ക് കഴിഞ്ഞ സമയങ്ങളിൽ എന്നോ വളരെ ആനന്ദമായിരുന്ന കാര്യങ്ങള് ഇന്നൊരു പക്ഷെ ദുഃഖമായിട്ട് ഭവിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാര് നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന അവനവനെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അതും ഭഗവാന്റെ ഒരു പ്ലാനിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു ദുഃഖം തരുന്നത് ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല, പിന്നീട് നമുക്ക് മനസ്സിലാവും അതും ഭഗവാന്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. ഭഗവാൻ തന്നെ കരുതി കൂട്ടിയാണ് വഴിയൊരുക്കിയത്. എന്തിന്? ഒരിക്കലും ഭഗവാൻ ഭക്തനെ തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോകില്ല. നേർവഴിക്ക് കാണിക്കാൻ വേണ്ടിയാ ഭഗവാൻ നമ്മളെ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അനുഭവമുള്ളതായിരിക്കും ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഭഗവാന്റെ ശരീരം ഒരിക്കലും നശിക്കാത്തതാണ്, സച്ചിദാനന്ദ രൂപമാണ്. നമ്മുടെ ശരീരം നശിച്ചു പോകുന്നതാണ് എന്ന് പറയുന്നു. ഭഗവാന്റെ ശരീരത്തിന് ഒരിക്കലും നാശമില്ല, ആ രൂപത്തിന് ഒരു കാലത്തും നാശമില്ല എന്ന് പറയുന്നു. കാലത്തിന് അതീതമായിട്ടുള്ള ഭഗവാന്റെ ശരീരം. നമുക്കൊക്കെ കാലം, കർമ്മം, സമയം ഇതൊക്കെ ബാധകമാണ്. ഭഗവാനൊന്നും ബാധകമല്ല. ഭഗവാനിൽ നിന്നാണ് ഈ വിശ്വപ്രപഞ്ചം തന്നെ ഉത്ഭവിച്ചത്, അല്ലെ? നമ്മുടെ ശരീരം എങ്ങനെയാ? നമ്മുടെ ജന്മ, മൃത്യു, ജരാവ്യാധി, മോഡേൺ സയൻസ് ഒരുപാട് വളർന്നിരിക്കുന്നു. എല്ലാം എല്ലാവർക്കും അറിയാം, ടെക്നോളജിയും കാര്യങ്ങളൊക്കെ. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നത്തിലൂടെ പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? ജന്മ, മൃത്യു, ജരാവ്യാധി. അതിന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്താ? മരിക്കാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജനിക്കാതിരിക്കാനുള്ള ഒരു ഉപാധിയാണ് കൃഷ്ണാബോധം. എങ്ങനെ? നമ്മളിവിടെ ജനിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 84 ലക്ഷം ജീവറങ്ങളോടെ നമ്മുടെ ശരീരം കടന്നു പോയിട്ടാണ്. ഉടുപ്പ് മാറുന്ന പോലെ ഈ ശരീരം നമ്മൾ മാറി 84 ലക്ഷം ഈ സർക്കിളിൽ പെട്ടതിന് ശേഷമാണ് നമുക്ക് ഒരു മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിന് എത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവസത്യമായത് മനുഷ്യ ശരീരം? മനുഷ്യ ശരീരത്തിൽ ഇരിക്കുക മാത്രമേ നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു അവസരമുള്ളൂ. മൃഗങ്ങൾക്കോ പട്ടിക്കോ പൂച്ചയ്ക്കോ സിംഹത്തിനൊന്നും ഭക്തിയോ കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള ശരീരമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കും കഴിഞ്ഞ ജന്മങ്ങളിൽ അനേകം ജന്മങ്ങളിലെ കർമ്മത്തിന്റെ ഫലമായിട്ടായി ഭൗതിക ശരീരം കിട്ടില്ല. ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഈ ഭൗതിക ശരീരം എന്നുള്ളതല്ലേ. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ സ്ഥിതി? വീണ്ടും നമ്മൾ 84 ലക്ഷം നീചയോനികളിൽ വന്ന് പിറന്ന്
ദുഃഖവും ദുരിതവും അനുഭവിച്ച സംസാരമല്ല സാരത്തിൽ പെട്ടെന്ന് വീഴും. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് പിറക്കാനായിട്ട്? പൂർണ്ണമായിട്ട് സന്തോഷമായിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കില്ല. ഈ ലോകത്തുണ്ടോ? ഭഗവാൻ അല്ലാതെ ഉണ്ടാവും. ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തരുണ്ടാവും അല്ലേ? ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ആൾക്കാരുണ്ടാവും. പൂർണ്ണ സന്തോഷവാന്മാരായിട്ട് നമ്മൾ ആചാര പരമ്പരയൊക്കെ നമ്മൾ കാണുന്നില്ലേ? അവരൊക്കെ പൂർണ്ണ സന്തോഷവാന്മാരായിരുന്നു. എന്തുകൊണ്ട്? ഭഗവാന്റെ ശാസ്ത്രം, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ശരീരം, ഭഗവാന്റെ ജന്മ കർമ്മ ചമേ ദിവ്യം യോമം വേവ്യത്തി തത്വത തെക്വാദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. എന്റെ ജനനത്തെ കുറിച്ചും കർമ്മങ്ങളെ കുറിച്ചും മനസ്സിലാക്കിയ ഒരാൾക്ക് വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ 100% ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടി തിരിച്ചു വരേണ്ടതായിട്ട് വരില്ല. ഭഗവാന്റെ ലോകത്തിൽ, അതീന്ദ്രിയമായ ലോകത്തിൽ എന്ന് ഭഗവാനോട് ആനന്ദമായിട്ട് ഇങ്ങനെ ഇരിക്കാം. അങ്ങനൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇവിടെ എന്താണ് പറയുന്നത് ഈ 6ാമത്തെ ശ്ലോകത്തില്? ഇവിടെ ഭഗവാന്റെ ജന്മത്തിനെ കുറിച്ചുള്ള പ്രത്യേകത ഭഗവാൻ വിവരിക്കുക. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അജൻ എന്ന് പറയുന്നുണ്ട്. അജൻ എന്ന് പറയുന്നത് ജനനമില്ലാത്തവൻ, എന്നാൽ സംഭവാത്മ്യാത്മമായ എന്നും പറയുന്നത്. ഭഗവാൻ ജനിക്കുന്നു എന്നും പറയുന്നുണ്ട്. ജനിക്കുന്നു എന്നും പറയണ്ട, ജനിക്കില്ല എന്നും പറയണ്ട. അതെങ്ങനെയാ ശരിയാവുക? അത് ഭഗവാന് മാത്രമേ പറ്റൂ. ഭഗവാന്റെ അതീന്ദ്രിയ ശരീരമാണ്. ഭഗവാൻ ഇവിടെ ജനിക്കുന്നുണ്ട്. ഭഗവാന് മാത്രമേ വേണ്ട വിധത്തിലുള്ള രൂപങ്ങളെല്ലാം എടുക്കാൻ കഴിയും. നമുക്ക് എങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ജന്മം ഭഗവാന്റെ ജന്മം ഒരേപോലെയാണോ? ഒരിക്കലും അല്ല. പക്ഷേ സാധാരണ ജനങ്ങൾ എന്ത് മനസ്സിലാക്കും? കുരുക്ഷേത്ര യുദ്ധം നടന്ന സമയത്ത് ഭഗവാൻ അസംഖ്യം രൂപങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഭഗവാന്റെ രൂപം എങ്ങനെയായിരുന്നു? നമ്മുടേതായിട്ടുള്ള ശരീരം പോലുള്ള രൂപമായിരുന്നു അല്ലെ? അപ്പൊ ഈ കാര്യം കണ്ട് മൂഢന്മാരായിട്ടുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും? സാധാരണ മനുഷ്യനായിട്ട് ഭഗവാനെ കണക്കാക്കും. ഭഗവത്ഗീത 9ാം അധ്യായത്തിൽ 11 ശ്ലോകം പറയുന്നുണ്ട്, അവജാനന്തിമാ മൂഢ മാനുഷ്യം താനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂതമഹേശ്വരം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ തന്നെ നമുക്ക് പറ്റിയിട്ടുള്ളത്. ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമുക്കൊരു സുവർണ അവസരം വന്നിരിക്കുക അല്ലെ? ശ്രീല പ്രഭുപാദരുടെയും നമ്മുടെ ശിക്ഷാ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റി. നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഏതർത്ഥത്തിലും മഹാത്മാക്കളാന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം കേൾക്കാൻ കഴിയില്ല. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് പോലും നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് സാക്ഷാൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും. നമ്മൾ ചെയ്തിരുന്ന നാട്ടിലെല്ലാവരും നമ്മൾ ഭക്തിയും കാര്യങ്ങളും എല്ലാം ഉള്ള ആൾക്കാരായിരുന്നു. നമ്മൾ എന്താ ചെയ്യുന്നത്? ക്ഷേത്രത്തിലും മറ്റും പോയി ദൈവദൂതന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറയും. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് സോൾവ് ആക്കി എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് പോരും. വീണ്ടും നമ്മുടേതായ ചേഷ്ടകളിൽ നമ്മൾ പ്രവൃത്തികളിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് ശരിക്കും ഭഗവാന്റെ ആനന്ദം എന്താ? ഭഗവാന്റെ ആ ചൈതന്യത്തിന്റെ ഒരു മഹത്വം നമുക്ക് ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാനെ കണ്ട് തൊഴുതു നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ മറക്കാറുണ്ട് അല്ലേ? പക്ഷെ ആ ക്ഷേത്രം വിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്രമേണ കുറച്ച് നമ്മൾ മറക്കും. അവിടെ നിന്ന് കുറച്ചുകൂടി മറന്ന് നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ആ സ്മരണം മുഴുവൻ നമ്മൾ പോയിട്ടുണ്ടാവും. പണ്ട് കാലത്ത് ആദ്യമുള്ള ഭക്തിയല്ലേ. പക്ഷെ നേരെ മനസ്സിൽ ഉപാധിര പ്രസ്ഥാനത്തിൽ വന്നപ്പോ അങ്ങനെയാണോ? അല്ല. ഭഗവാനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ എന്താണ്? നമ്മൾ ആരാണ്? ഭഗവാൻ ആരാണ്? നമ്മൾ വെറും അണുവും ഭഗവാൻ വിഭുവാണ്. ഭഗവാൻ വിഭു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രൂപം സ്വരൂപം നമുക്ക് ചിന്തനാതീതമാണ്. ചിന്തിക്കാൻ പോലും വയ്യാത്ത അത്രയും വിഭുവായിട്ടുള്ള വ്യക്തിത്വമാണ് ഭഗവാന്റേത്. നമ്മൾ അതിന്റെ ഒരു അംശം മാത്രം. പക്ഷെ എന്നിരുന്നാലും ഭഗവാന്റെ അതേ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ട്. പക്ഷെ നമ്മളതെല്ലാം മായയുടെ അധീന ശക്തിയാൽ നമ്മളോട് പിറക്കാനുള്ള കാരണം തന്നെ എന്താ? ഭഗവാന്റെ ലോകത്തിരുന്ന് നമ്മൾ ഈ ഭൗതിക പ്രകൃതി ആസ്വദിക്കണം എന്നുള്ള വ്യാമോഹത്തിലാണ് ഭഗവാനോട് വാശി പിടിച്ച് നമ്മളോട് വന്നിട്ടുള്ളത്. എന്നിട്ടും നമ്മൾ ഭഗവാനോട് നമ്മൾ ആ സമയത്ത് വാക്ക് കൊടുക്കുന്നുണ്ട്. ഭഗവാൻ അങ്ങനെ സ്മരിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പോന്നിട്ടില്ല. പക്ഷെ ഇവിടെ വന്നാൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അത്രമാത്രം മോസ്റ്റ് പവർഫുൾ ആണ് ഈ ഭൗതിക ശക്തി. വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല നമ്മൾ ഭക്തി ചെയ്യാന്ന് പറഞ്ഞത്. ഭക്തി ഈസ് ഈസി, ഭക്തി ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി എന്ന് ശ്രീ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ടല്ലേ. കാണുന്നവർക്ക് തോന്നും ഇവരെന്താ ചെയ്യുന്നത്, ജസ്റ്റ് മാലയും ജപിച്ചുകൊണ്ട് തിലകെട്ടുകൊണ്ട് നടക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്തു നോക്കണം, ചെയ്യേണ്ട രീതിയിൽ ചെയ്തു നോക്കണം. അപ്പോഴേ അറിയൂ. കുറിച്ച് ബ്രാഹ്മണത്തിൽ എണീക്കണം, ജപിക്കണം, ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം. ഭക്ഷണത്തിന് നിയന്ത്രണം, നമ്മുടെ പ്രവൃത്തികൾ നിയന്ത്രണം, ഇന്ദ്രിയങ്ങൾ പൂർണ്ണ നിയന്ത്രണം, ചിന്തകൾ നിയന്ത്രണം, എല്ലാം നിയന്ത്രണത്തിലാണ്. ഒരു ഭക്തനെ കാണാന്ന് പറഞ്ഞാൽ തന്നെ അത്രയും മഹത്തായിട്ടുള്ള കാര്യം. ഒരു ശുദ്ധ വൈഷ്ണവനെ കാണുമെന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണുന്നതിന് തുല്യാന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാന് തുല്യാവില്ല, പക്ഷെ അതേ ബഹുമാനം ഭക്തനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലെ.
നമ്മൾ എന്താ പറഞ്ഞു വന്ന ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപമാണ്. അതായത് ഭഗവാന് സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായ അറിവ്, പൂർണ്ണമായ ആനന്ദം, പൂർണ്ണമായ സന്തോഷം. അതൊക്കെയാണ് ഭഗവാന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ. നമുക്കെല്ലാം പൂർണ്ണതാണോ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്. ജസ്റ്റ് ചുമരിന് അപ്പുറം എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ ഓരോ മനസ്സിൽ ഓരോ വ്യക്തിയുടെ, ഞാൻ പലപ്പോഴും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കണം, മറ്റുള്ളവരും നോക്കും. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം, അവര് പറയുന്ന കാര്യം, ഈ പ്രപഞ്ചത്തിലുള്ളവർ എല്ലാവരും പറയുന്ന കാര്യം, ഈ ലോകമെമ്പാടുമുള്ള ആൾക്കാർ പറയുന്ന കാര്യം ഭഗവാൻ എങ്ങനെ മനസ്സിലാക്കും? അവിടെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കും. ജസ്റ്റ് സിമ്പിളായി ചിന്തിക്കുക. അപ്പൊ ഭഗവാൻ എത്ര വലിയ മഹത്വം! വിഭു എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഒതുങ്ങുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ആൾക്കാർ പറയുന്ന ഒരിക്കലും ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ സുഹൃത്തിനോടോ അച്ഛനോടോ അമ്മയോടോ പത്നിയോടോ പോലും പറയാൻ പറ്റാത്ത കാര്യം പോലും നമ്മൾ ആരോടെ ചെന്ന് പ്രാർത്ഥിക്കുക? ഭഗവാനോട്. അങ്ങനെ ഓരോ വ്യക്തിയുടെ, ഓരോ ജീവജാലങ്ങളിലെ മനുഷ്യരാശി മുഴുവൻ ചിന്തിച്ചു നോക്കൂ. ഭഗവാനോട് ഇതെല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, ഭക്തർക്ക് അറിയാലോ, ഇതെല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഭഗവാന്റെ ജന്മത്തിന്റെ പ്രാധാന്യങ്ങളാണ്. പിന്നൊന്ന്, ഇവിടെ ശിവപ്രഭാതി പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്താ? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബോധവാന്മാരായിരിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഭഗവാനെ നമുക്ക് തുല്യമായിട്ട് കാണരുത്. ഭഗവാന്റെ വിഭുത്വം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം ശിവപ്രഭാതി ശ്ലോകത്തിൽ പറഞ്ഞ് നമ്മൾ വായിച്ചു. ഇന്ന് കാലത്ത് കാണുന്ന നിരവധി അവതാരങ്ങൾ, ആൾദൈവങ്ങള്, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ കേരളത്തിൽ കൂടുതലില്ലെങ്കിലും സംസ്ഥാനങ്ങളിൽ പറയുന്നില്ല, പലയിടത്തും പോയി കഴിഞ്ഞാലും ഒരുപാട് ഫോളോവേഴ്സ്. അവര് ദൈവമാണെന്ന് തറപ്പിച്ചാണ് അവർ പുറകെ നടക്കുന്നത്. ഞാൻ ഭഗവാനാണ്, ഞാൻ ദൈവമാണെന്ന് തറപ്പിച്ചവരെ പുറകെ നടക്കുക. മനുഷ്യർക്ക് ആർക്കെങ്കിലും ദൈവമായിട്ട് പിറക്കാൻ പറ്റുമോ? ദൈവമാകാൻ പറ്റുമോ? നമ്മുടെ ശരീര ഇന്ദ്രിയങ്ങളൊക്കെ പൂർണ്ണമാണ്? ഒരിക്കലുമല്ല. എന്നിട്ട് ഇവരൊക്കെ വയസ്സാവുന്ന കാലത്ത് ആ ഹോസ്പിറ്റലിലെ ചികിത്സ, ഈ ഹോസ്പിറ്റലിലെ ചികിത്സ, ദൈവത്തിന് എപ്പോഴും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്നത് കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചേർത്തായി കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ബുദ്ധി ഭ്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക. അവരുടെ കാര്യം നമുക്കറിയാം. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ തുറന്നു നോക്കിയാൽ, മൊബൈൽ ജസ്റ്റ് തുറന്നു നോക്കിയാൽ തന്നെ കാണാം, നിരവധി അനവധി ഇതേപോലുള്ള ഉടായ്പ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഭഗവാന്റെ കാര്യങ്ങൾ കാണുന്നു, മറ്റ് മായയുടെ കാര്യങ്ങൾ കാണുന്നതായിട്ട് നമുക്ക് ശരിക്കും നമ്മൾ മനസ്സിലാവും. മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകും. വീണ്ടും വീണ്ടും അങ്ങനത്തെ കാര്യങ്ങൾ കാണാനുള്ള പ്രോബ്ലം നമ്മളുണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മുടെ ആചാര്യ പരമ്പര വഴി ഭഗവാന്റെ കാര്യങ്ങൾ മഹത്വങ്ങൾ മനസ്സിലാക്കുന്ന ആചാര്യന്മാരുടെ കാൽക്കലും മുറുകെ പിടിക്കണം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിക്കണം. അല്ലെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും മായാദേവി അപഹരിക്കും. ഇതിലെല്ലാം നമ്മൾ ബോധവാന്മാരായിരിക്കണം. ശിലഭോവജി ഈ വിവർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അല്ലെ. പിന്നീട് പറയുന്നത് ശരിക്കും ഇവരൊക്കെ അവതാരങ്ങളെന്ന് പറഞ്ഞ് ബാധിക്കുക. ഇവർക്ക് എങ്ങനെ അവതാരങ്ങളാവാൻ പറ്റും? അവതാരം എന്നാൽ പറഞ്ഞാൽ എന്താ? ശരിക്കും ശാസ്ത്രങ്ങളെ, വെളിവാക്കപ്പെട്ട ശാസ്ത്രങ്ങളെ തീർച്ചയായിട്ടും അവതരിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഭഗവാൻ അവതരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മള് ജന്മാഷ്ടമി കഴിഞ്ഞു, ഭഗവാൻ അവതരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം എങ്ങനെയൊക്കെയായിരുന്നു ഭഗവാന്റെ അവതാരം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ അവതരിച്ച സമയത്ത് വെളിപ്പെട്ട ശാസ്ത്രങ്ങളിൽ എല്ലാം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഗ്നിപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, വരാഹപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശിവപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ കാരുണ്യ അവതാരമായിട്ട് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നുള്ളത്. അതേപോലെ തന്നെ അവതരിച്ചല്ലേ. എത്രമാത്രം കരുണാമയനായിരുന്നു അദ്ദേഹം, കാരുണ്യമൂർത്തിയായിരുന്നു ശരിക്കും ചൈതന്യ മഹാപ്രഭു. അദ്ദേഹത്തിന്റെ കൂടെ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും, ഉൾവനങ്ങളിലുള്ള മൃഗങ്ങളും, കരടി, സിംഹം, പുലി പോലുള്ള മൃഗങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ ഭഗവാന്റെ നാമത്തിൽ നൃത്തം ചെയ്യുമായിരുന്നു. നമുക്കറിയാം, നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ. കാരുണ്യ അവതാരമായിട്ട് ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. അങ്ങനെ ശരിക്കും അവതാരം എന്ന് പറയുന്നത് അങ്ങനെ വെളിവാക്കപ്പെട്ട ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും അവതാരങ്ങൾ കാര്യങ്ങൾ. അങ്ങനെ വരുന്നവർ മാത്രമേ അവതാരങ്ങളാവൂ. അല്ലാതെ ഒരിക്കലും അവതാരം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറയുന്നുണ്ടത്. മാത്രമല്ല, ഇങ്ങനെയുള്ള മായാവാദികൾക്ക് നമ്മൾ ഒരിക്കലും ചെവി കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ചൈതന്യ മഹാപ്രഭു. അങ്ങനെ നമ്മൾ ചെവി കൊടുത്ത് ഉള്ള ഭക്തി കൂടെ നശിച്ചു പോകും. അവരെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഭ്രമിച്ചുകൊണ്ട് നമ്മുടെ ഭക്തി കൂടെ പോയി പോകുന്ന ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താ? നമുക്ക് മനുഷ്യർക്കൊക്കെ ഒരുപാട് കുറവുകളുണ്ട് അല്ലെ. പ്രത്യേകിച്ചും 3-4 കാര്യങ്ങൾ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. തെറ്റ് ചെയ്യാനുള്ള പ്രവണത, വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ല, നമ്മുടെ ഇങ്ങനെ 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് എങ്ങനെ അവതാരമായി മാറാൻ പറ്റും? ഒരിക്കലും അവതാരമായി മാറാൻ കഴിയില്ല. ഇതിലൊന്നും വഴിതെറ്റിപ്പോരുതെന്ന് ശീലപ്രഭാതത്തിൽ നമുക്ക് താക്കീത് തരികയാണ്.
പിന്നെ ഭഗവാൻ തന്റെ അതീന്ദ്രിയ രൂപത്തെ കുറിച്ച് പറയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും അധിപതിയാണ് ഞാൻ, ഭഗവാൻ പറയുന്നുണ്ട് ഇതില്. ഭഗവാൻ ശരിക്കും നമ്മുടെ എല്ലാവരുടെയും പിതാവാണ്. ആദ്യ പിതാവ് ഭഗവാനാണ്. ഭഗവാന്റെ ബീജങ്ങളിൽ നിന്നാണ് ഈ സർവ്വ പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ചത്, സർവ്വ ജീവജാലങ്ങളും എല്ലാം. ഈ സൃഷ്ടിയുടെ മുൻപും ഭഗവാൻ ഉണ്ടായിരുന്നു. സൃഷ്ടി നിലനിർത്തുന്നത് ഭഗവാനാണ്. ഈ സൃഷ്ടി എല്ലാം കഴിഞ്ഞ് എല്ലാം ഭഗവാനിലേക്ക് വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ മാത്രം ശേഷിക്കും. ബാക്കിയുള്ളവർ ആരും ശേഷിക്കില്ല. എല്ലാം ഭഗവാനിലേക്കാണ് വിലയം പ്രാപിക്കുക. ഭഗവാൻ ഇവിടെ ഏത് അവതാരത്തെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്? കൃഷ്ണൻ നമ്മുടെ രൂപനായിട്ടുള്ള ഭഗവാന്റെ അവതാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. കൃഷ്ണാവതാരത്തെ കുറിച്ച്. അതായത് കൃഷ്ണാവതാരം എപ്പോഴാ അവതാരം വരുന്നത്? മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗത്തിൽ സ്വന്തം, അതായത് കൃഷ്ണരൂപത്തിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കാരുണ്യാവതാരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. അതായത് ഈ അവതാരങ്ങൾക്കെല്ലാം ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് നമുക്ക് ഹരിനാമ കീർത്തനം തന്നു. അതുകൊണ്ട് നമുക്ക് മഹാഭാഗ്യവാന്മാരായിട്ടുള്ള നമുക്ക് ഹരിനാമ കീർത്തനം ജപിക്കാനും എല്ലാവർക്കും തീർച്ചയായിട്ടും ഹരിനാമം ഒരിക്കലെങ്കിലും ജപിച്ചായിട്ടുള്ള ആൾക്കാർക്ക് ഭഗവത് ധാമത്തിലേക്ക് തീർച്ചയായിട്ടും പോവാന്ന് ഉറപ്പ് ശില്പത്തിൽ പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളൊരു ഭക്തനായി ഭഗവാനെ സദാസമയം വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഭഗവാന്റെ ധാമത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എത്തിയിരിക്കുന്ന പ്രവാചി പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല ഒന്നും. പിന്നെ ഭഗവാന്റെ അവതാരങ്ങൾ വേറൊരു പ്രത്യേകത എന്താ? ഭഗവാൻ എത്ര അവതാരങ്ങൾ എടുത്താലും ഭഗവാനായിട്ട് തന്നെ നിൽക്കും. ഭഗവാൻ പരിപൂർണനാണ്. ശ്രീമദ് ഭാഗവതം പറയുന്നത് ഏതേച്ചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദിരാരി വ്യാകുലം ലോകം നടയന്തി യുഗേ യുഗേ. പിന്നെ ഈശോപനിഷത്ത് പറയുന്നു ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പറയുന്നാൽ ഭഗവാൻ പരിപൂർണനാണ്. ഉദാഹരണം നമ്മുടെ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കുക? ഉദാഹരണത്തിന് നമ്മൾ ഒരു കത്തുന്ന മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുക. ആ മെഴുകുതിരിയിൽ നമ്മൾ എത്ര മെഴുകുതിരി കത്തിച്ചാലും ആ ആദ്യം കത്തി നിൽക്കുന്ന മെഴുകുതിരിയുടെ ശോഭ വന്നോ? ഒരിക്കലും ഇല്ല. അതേപോലെയാണ് ഭഗവാനിൽ നിന്ന് എത്ര അവതാരങ്ങൾ വന്നു കഴിഞ്ഞാലും സ്വയം കൃഷ്ണനായിട്ടുള്ള ഭഗവാൻ ഏതേശാംശ കലാപംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭഗവാനാണ്. അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള കുറവുകളും കുറ്റങ്ങളും വാങ്ങിച്ച് വരില്ല എന്ന് ഉറപ്പ് പറയുക ശ്ലോകത്തിലൂടെ. പിന്നെ പറയുന്നു പരമദിവ്യോത്തമ പുരുഷൻ സത്യവും പൂർണ്ണവുമാകിയാൽ അദ്ദേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ പ്രാതിഭാസിക പ്രപഞ്ചവും അതുപോലെ മറ്റുള്ളവും പരിപൂർണമാണ്. പൂർണ്ണതയിൽ നിന്നും ഉണ്ടാകുന്ന എന്തും സ്വയം പൂർണ്ണങ്ങളാണ്. ഭഗവാൻ സമ്പൂർണനാകിയാൽ അദ്ദേഹത്തിൽ നിന്നും അനേകം പൂർണ്ണങ്ങൾ ഉത്ഭവിച്ചാലും അവിടുന്ന് സമ്പൂർണ്ണനായി തന്നെ നിലനിൽക്കും. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് നിലനിൽപ്പിനുള്ള 24 ഘടകങ്ങളും മൂലഘടകങ്ങളും ഭഗവാൻ നിന്ന് വന്നിട്ടുള്ള കാരണവിശേഷം നമുക്കറിയാല്ലേ. അതുപോലെ തന്നെ പൂർണ്ണസത്യത്തെ പറ്റിയുള്ള അജ്ഞതയാണ്. പിന്നെ പറയുന്നു പൂർണ്ണസത്യത്തെ പറ്റിയുള്ള അജ്ഞതയാണ് എല്ലാ ഈ അപൂർണ ബോധത്തിനും കാരണം. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാത്തൊരു കാര്യം കൊണ്ടാണ് നമുക്ക് ഈ അജ്ഞത എല്ലാം സംഭവിക്കുന്നത്. ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ മായാശക്തിയുടെ അജ്ഞതയ്ക്ക് ഒരിക്കലും പിടികൊടുക്കേണ്ടതായിട്ട് വരില്ല എന്ന് പറയുന്നു. നമ്മുടെ മനുഷ്യജന്മത്തിന്റെ പൂർണ്ണത സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് ശരിക്കും എങ്ങനെയാണ്? അവതാര കാലത്ത് ബ്രഹ്മാവിന് പോലും ഭഗവാന്റെ ശക്തി ശരിക്കും മനസ്സിലായില്ല. വീണ്ടും ബ്രഹ്മാവ് ഭഗവാനോട് ചോദിക്കുകയാണ്, അങ്ങയെ കുറിച്ച് പൂർണ്ണമായും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രഹ്മാവിന് സ്വല്പമെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയത് എങ്ങനെയാ? ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലൂടെ അല്ലാതെ ഭഗവാനെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ചെറിയ തോതിലെങ്കിലും ഭഗവാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഭക്തിയിൽ വളർന്നു വരാമെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും നമുക്ക് പരിശുദ്ധി ഉണ്ടാവില്ല. കേൾക്കണം, ശ്രവണം, കീർത്തനം എല്ലാം ഫസ്റ്റ് നമ്മൾ കേട്ടു തുടങ്ങുന്നത് കാതിലൂടെയാണല്ലേ. കാതിലൂടെ ഭഗവാന്റെ കാര്യങ്ങള് മഹാത്മ്യങ്ങൾ കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ കാതുകളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അശുദ്ധിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ പരിശുദ്ധിയാക്കി തരും. അതിനുശേഷം നമ്മൾ ആ കാതിലൂടെ കേട്ട കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം പരിശുദ്ധിയാവും. ഹരിനാമത്തിലൂടെ നമുക്ക് അതാ സംഭവിക്കുന്നത്. ഹരിനാമം ജപിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ജപിക്കുന്നത് നമ്മൾ തന്നെ കേൾക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ജപിക്കുന്നത് നമ്മൾ കാതിലൂടെ കേൾക്കുന്നു, അങ്ങനെ ഹൃദയത്തിലേക്ക് പോകുന്നു, വീണ്ടും നമ്മുടെ വായിലൂടെ വരുന്ന ഒരു സർക്കിൾ നടന്നുകൊണ്ടിരിക്കുക. അത് കാലം നമ്മുടെ കാതുകളും ഹൃദയവും പൂർണ്ണമായിട്ടും ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക. ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കേൾക്കാത്ത കാതുകളെ പാമ്പിൻമാളങ്ങളുടെ പുറ്റുപോലെയാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ തിരുനാമം ഉച്ചരിക്കാത്ത നാവാകട്ടെ
തവളകള്, പാടത്തും വയലിലും കണ്ടിട്ടില്ലേ തവളകള്? തവളകൾ കരഞ്ഞാൽ എന്താ സംഭവിക്കുക? പാമ്പ് തുരന്ന് വന്നാൽ തവളയെ പിടിച്ച് വിഴുങ്ങും. അതുപോലെയാണ് ഭഗവാന്റെ മഹാത്മ്യങ്ങള് വാഴ്ത്തപ്പെടാത്ത നാവും കാതുമൊക്കെ എന്ന് ശ്രീമദ് ഭാഗവതം ഘോഷിക്കുന്നുണ്ട്. പിന്നെ പറയുന്നു, ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശമോ മാറ്റമോ നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ നമ്മൾ ബദ്ധരായിട്ടുള്ള ജീവാത്മാക്കൾക്ക് എന്താ സംഭവിക്കുന്നത്? ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട്, പുനരഭിജനനം പുനരഭിമരണം, അല്ലെ? നമ്മൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മറ്റൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിത്യേന സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് മറ്റൊന്നിലേക്ക്, അവിടുന്ന് മറ്റൊന്നിലേക്ക്, അങ്ങനെ പോയാണ് നമുക്ക് 84 ലക്ഷം സർക്കിൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭഗവാന്റെ ജനനം അങ്ങനെയല്ല. എന്താ പറഞ്ഞിട്ടുള്ള ഇവിടെ? സംഭവമേ ആത്മമായാൽ, ഭഗവാന്റെ സ്വേച്ഛ പ്രകാരം, ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഭഗവാൻ ജനിക്കുന്നത്. ഭഗവാന്റെ ജന്മങ്ങൾക്കെല്ലാം നമുക്കറിയാം ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടാവും, അല്ലേ? ഭഗവാൻ ശിലപ്രഭാജി എപ്പോഴും പറയാറുണ്ട്, ഭഗവാൻ ജനിച്ചു എന്ന് പറയാൻ പാടില്ല, ഭഗവാൻ അവതരിച്ചു എന്ന് പറയാറുണ്ട് ശിലപ്രഭാജി എപ്പോഴും. ഭഗവാന്റെ അവതാരമാണ് സൃജാമി അഹം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാരം. നമ്മുടെ ജനന സമയത്ത് ഈ നവഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, നവഗ്രഹങ്ങളൊക്കെ ഓരോ സ്ഥാനത്ത് നിൽക്കും. ചൊവ്വ, ശുക്രൻ, ബുധൻ, രാഹു, കേതു എന്നൊക്കെ പറയില്ലേ? അവരൊക്കെ നിൽക്കുന്നതിനനുസരിച്ചാണ് പിന്നീട് നമ്മുടെ ജനന സമയത്ത് ജ്യോതിഷന്മാര് നമ്മുടെ കാര്യങ്ങളൊക്കെ ചിട്ടവട്ടപ്പെട്ട് എടുക്കുന്നത്. പക്ഷെ ഭഗവാന്റെ ജനന സമയത്ത് അങ്ങനെയല്ല. ഈ നവഗ്രഹങ്ങൾ പോലും ഞങ്ങൾ എവിടെ നിൽക്കണം എന്നറിയാതെ ആശ്ചര്യപ്പെട്ടിരിക്കുക എന്നാ പറയുന്നത് ആചാര്യന്മാര് അവരെ ഭഗവാന്റെ കാര്യത്തില്. നമുക്കറിയാം, കാരാഗ്രഹത്തില് ദേവികയുടെ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ച സമയത്ത് ദേവീദേവന്മാരെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഭഗവാന്റെ ജന്മം കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ദേവയ്ക്ക് ചതുർഭുജ ഭഗവാനായിട്ട് ശംഖചക്ര കഥാപത്മധാരിയായിട്ടുള്ള ഭഗവാനാ ജനിച്ചതല്ലേ, 8ാമത്തെ പുത്രനായിട്ട്. അത് കണ്ട വശം ദേവകി മാതാവ് വിഷമത്തിലായി. അയ്യോ, എനിക്ക് ഭയമാവുന്നു, ഇത് കംസൻ അറിഞ്ഞു കഴിഞ്ഞാൽ കംസന് മനസ്സിലാവും ഭഗവാൻ ജനിച്ചു. വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെ, ആ കുട്ടിയെ അടിച്ചു കൊല്ലും. അങ്ങനെയല്ല നേരത്തുള്ള 7 കുട്ടികളെ കംസൻ ചെയ്തത്. അപ്പൊ അത് കേട്ട് ദേവകി മാതാവ് കൈകോപ്പി ഭഗവാനോട് പ്രവർത്തി, അങ്ങ് എന്റെ കുട്ടിയായിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യ രൂപത്തിലായിട്ടുള്ള ഭഗവാൻ പിന്നീട് വന്നത്. എന്നിട്ട് നമുക്കറിയാം, വസുദേവര് ഒരു കൂടയിലാക്കിയിട്ട് യമുന നദിയിലൂടെ കൊണ്ടുപോയി നന്ദഗോപുരം എടുത്ത് കൊടുത്ത കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ ഭഗവാന്റെ ജന്മം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളെ ജന്മമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജനിക്കുന്നത് എങ്ങനെയാ? അശുദ്ധിയോടുകൂടിയാണ് നമ്മൾ ജനിക്കുകയല്ലേ. അതാണ് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പുല കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഭഗവാന്റെ ജന്മം അങ്ങനെയാണ്. ഭഗവാൻ എത്ര ചതുർഭുജ രൂപനായിട്ട് ആ ശംഖ് ചക്ര പദത്തോടുകൂടി ജനിച്ച് ഭഗവാൻ നല്ല കിരീടവും ശംഖും ഒക്കെ ആയിട്ട് അത്ര മനോഹരമായിട്ടാണ് ഭഗവാന്റെ ജന്മം. അപ്പൊ ഒരിക്കലും നമ്മുടെ ജന്മത്തെ ഭഗവാന്റെ ജനത്തെ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാ? ഭഗവാന്റെ ലീലകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതും. ഈ ഒരു മനുഷ്യ ശരീരം കിട്ടി, ഇതോടുകൂടി നമ്മൾ ഈ ജനനം എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യണം. ഇതോടുകൂടി വീണ്ടും നമ്മളുടെ ഭൗതിക ലോകത്തിൽ വന്ന് പിറക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? തദ്വിദ്യപ്രണിപാതേന പ്രതിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിന എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് ആധ്യാത്മിക ആചാര്യന്മാരുണ്ട്, അവരുടെ കീഴിലുള്ള ശിക്ഷാഗുരുക്കന്മാരുണ്ട്. ഇവരെ കൂടെ നടന്ന് ഇവരുടെ സ്നേഹം പിടിച്ചു പറ്റി ഭഗവത് കാര്യങ്ങൾ വരുന്ന കേട്ട് മനസ്സിലാക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ജ്ഞാനം കിട്ടും. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഭഗവത് കഥ കേൾക്കാനുള്ള ആശ്ചര്യം എവിടുന്നാ വന്നത്? ഒരു ഭക്തൻ അല്ലെങ്കിൽ മറ്റൊരു ഭക്തന്റെ കയ്യിൽ നിന്ന് വന്നതല്ല. നമ്മൾ നേരിട്ട് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ആരും കൊണ്ടുവന്നല്ല. അതാണ് ഭഗവാന്റെ കാരുണ്യം. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനത്തെ സത്സംഗങ്ങളിൽ വരുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ നമുക്ക് നാട്ടിൽ പോയി അങ്ങനത്തെ ഒരു വലിയൊരു സൗഭാഗ്യം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ എന്നിരുന്നാലും കേട്ട ജ്ഞാനം, ഭഗവത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിലെ നേഹാ വിക്രമന സോസ്തി പ്രത്യവായോന വിദ്യതേ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ. ഇതിന് നഷ്ടോ ലാഭമോ ഒന്നുമില്ല. മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്ന പറഞ്ഞിട്ടില്ല. ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും, ഉറപ്പാണത്. ഭഗവാനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാനെ ശരണാഗതി അടഞ്ഞ് ഭഗവാന്റെ നിർപ്പാദങ്ങൾ മുറുകെ പിടിക്കണോ? ഒരു സംശയമില്ല. വലിയ വലിയ അബദ്ധങ്ങളിൽ നിന്ന് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. അത് ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല, പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക. അതൊക്കെ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യങ്ങളാണ് ഈ ഭഗവത് ജ്ഞാനത്തില്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? എന്തിനാ നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ശരീരം വിടുന്ന കാലത്ത് അന്ധകാലേജ മാമേവ സ്മരൺ മുക്ത കളയവരം, ഭഗവത് ജ്ഞാനം നമുക്ക് ഓർമ്മ വരണം അവസാന കാലങ്ങളിൽ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ വരുള്ളൂ.
അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ഞാൻ ആ സമയത്ത് വരില്ല. വയസ്സാവുന്ന കാലത്ത് ഇതേപോലെ ഒന്നുമല്ല. നമ്മളെ ശരീരം ബലമുള്ള കാലത്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നത്. ശരീരം ക്ഷയിക്കുമ്പോ അവസാന കാലത്ത് മരണശയ്യയിൽ കിടക്കുമ്പോൾ തൊണ്ടയിൽ കഫം കെട്ടി, ശബ്ദം ഇടറി, കാതുകൾ കേൾക്കില്ല, കണ്ണ് കാണില്ല, ഒരു സ്മരണ ഉണ്ടാവില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് നമ്മൾ ശീലിക്കുന്നു അത് മാത്രമേ നമ്മുടെ ചെറിയൊരു സ്മരണയിൽ ഉണ്ടാവുള്ളൂ. ശീലിക്കുന്ന എന്താ? ഹരിനാമം ചൊല്ലി നമ്മൾ ശീലിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ശരീരം വെടിയാൻ പറ്റൂ. ഭരത മഹാരാജാവിന്റെ കാര്യം നമുക്കറിയാം അല്ലെ? ഭരത മഹാരാജാവ് കൃഷ്ണനായിട്ടുള്ള ആളായിരുന്നു. എങ്കിലും അവസാന കാലത്ത് ഒരു മാനിനെ സ്മരിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് ഒരു മാന്റെ ജന്മം എടുക്കേണ്ടി വന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതെന്ന്. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വീണ്ടും നല്ലൊരു ജന്മം കിട്ടുക അദ്ദേഹത്തിന്. അതൊക്കെ നമുക്കറിയാം അല്ലെ? പിന്നെ ഭഗവാൻ ഈ അവതാരങ്ങളൊക്കെ ഭഗവാൻ എടുക്കുന്നത് എങ്ങനെയാ? ഭഗവാന്റെ അന്തരംഗ ശക്തിയാലാണ് ഭഗവാൻ ഇതൊക്കെ അവതരിക്കുന്നത്. ഭഗവാന്റെ ബാല്യലീലകൾ നമുക്കറിയാം. ശകാസുരനെ വധിച്ചത്, അതുപോലെയുള്ള ശേഷം 6 വയസ്സായ സമയത്ത് ഭഗവാൻ ഗോവർദ്ധന ലീല നടത്തിയത്, ഭഗവാന്റെ ദാമോദര ലീല. ഇതൊന്നും സാധാരണ വ്യക്തികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ 108 ഭാര്യമാരെ വിവാഹം കഴിച്ച് എല്ലായിടത്തും ഒരേപോലെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതൊന്നും സാധാരണക്കാരന് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ശ്രീല പ്രഭുജി പറയാ, തീർച്ചയായിട്ടും ഭഗവാൻ തന്നെ, ഒരു സംശയമില്ല എന്നുള്ളത്. ബാല്യകാലീലകൾ കഴിഞ്ഞ് പിന്നെ ഭഗവാൻ യൗവനത്തിലൂടെ പോയി മധുരയിലേക്ക് പോയി. അതിനുശേഷം പിന്നെ ഭഗവാനെ കാണുന്നത് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ശരിക്കും ഭഗവാൻ 125 വയസ്സോളം പ്രായം ഉണ്ടായിരുന്നു പറയണം. പക്ഷെ നമ്മളെ പോലുള്ള ഒരു മനുഷ്യ ബദ്ധാത്മാക്കളെ 125 വയസ്സാവുമ്പോഴുള്ള സ്ഥിതി എന്തായിരിക്കും? ഭഗവാനെ ജരാനരകളോ ചുളിവോ ചുക്കിയോ ചുളിവോ ഒന്നും ബാധിക്കില്ല. ഭഗവാന്റെ തല നരച്ച ഫോട്ടോ, താടി നരച്ച ഫോട്ടോ നമ്മൾ എവിടെയും കണ്ടിട്ടല്ലോ. നിത്യ യൗവനാണ് ഭഗവാൻ. ഭഗവാൻ എന്നും നിത്യ യൗവനായിട്ട് തന്നെ ഇരിക്കും, ഒരു സംശയമില്ല. കാരണം നമുക്കറിയാം ഭഗവാന്റെ വിവിധ അവതാരങ്ങൾ നമുക്കറിയാം അല്ലെ? ബോംബെയിലെ ചൗപ്പാട്ടി ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് ഭഗവാന്റെ രാധാരാസ് ബിഹാരിയെ കാണാം. പൂനെയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രാധാ ഗോപിനാഥന്റെ വിഗ്രഹം കാണാം. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ രാധാ ശ്യാം സുന്ദരനെ കാണാം. മായാപൂരിൽ പോയി കഴിഞ്ഞാൽ രാധാ മാധവനെ കാണാം. അപ്പൊ ഒരിക്കൽ ഒരു ഭക്തൻ ശിലപ്രഭാജിയോട് ചോദിക്കേണ്ട, എന്താണ് ശിലപ്രഭാജി ഇങ്ങനെ? ഞാൻ ആരെയാണ് ആരാധിക്കേണ്ടത്? ശിലപ്രഭാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, നിനക്ക് ആരെയാണ് ആരാധിക്കാൻ ഇഷ്ടം ആ രൂപത്തിൽ നിങ്ങൾ ഭഗവാനെ ആരാധിക്കൂ. ആരെയാണോ നീ ആരാധിച്ചുകൊണ്ട് നിന്റെ ശരീരം വെടിയുന്നത് അതേ രൂപത്തിൽ നിനക്ക് ഭഗവാന്റെ ധാമത്തിൽ ചെന്ന ഭഗവാൻ അവിടെ ചെന്ന സേവ ചെയ്യാന്ന് ശിവപ്രഭാജി പറയാണ്. അങ്ങനെയാണ് ഭഗവാൻ അല്ലെ? ഭഗവാന് അസംഖ്യം രൂപങ്ങൾ എടുക്കാൻ കഴിയും. അർജുനന് ഭഗവാൻ വിരാട് രൂപം കാണിച്ചു കൊടുത്ത സമയത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ രൂപ. കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളിപ്പോ ഇവിടെ ഭഗവാന്റെ സിനിമ വന്ന സമയത്ത്, നരസിംഹാവതാരം വന്ന സമയത്ത് ശരിക്കും നമ്മളിലൊക്കെ ഒരു രോമാഞ്ചം ഉണ്ടായ സിനിമയല്ലേ നരസിംഹ ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞപ്പോ? ആദ്യം നമ്മുടെ വരാഹമൂർത്തി അവതരിച്ചു. ഹിരണ്യാക്ഷന്റെ അടുത്ത് ഭൂമിദേവിയെ രക്ഷിച്ചത് എന്തൊരു ഇതായിരുന്നു കാണാൻ. പിന്നീട് നരസിംഹാവതാരം, പ്രഹ്ലാദ മഹാരാജനെ രക്ഷിച്ച നരസിംഹഭവൻ വന്ന സമയത്ത് കണ്ടില്ലേ, നരസിംഹഭവനെ വിറ കൊണ്ട് നിൽക്കുക. തന്റെ പ്രിയ ഭക്തനെ, അത്രയും ശ്രേഷ്ഠ ഭക്തനെ ഉപദ്രവിച്ച ഭഗവാൻ ഒരിക്കലും വിടില്ല. ആ നരസിംഹഭഗവാന്റെ ആ തേജോജ്വലമായിട്ടുള്ള മോഹം കണ്ടില്ലേ, വിറ കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അദ്ദേഹം കലി തുള്ളിയാ നിന്നിരുന്നു. ആർക്കും അവരെടുത്ത് ഭഗവാനെടുത്ത് ചെല്ലാൻ ധൈര്യം ഉണ്ടായില്ല. സകല ദേവീദേവന്മാരെന്നിട്ട് പ്രഹ്ലാദനോട് പറയാണ് ഭഗവാനൊന്ന് ശാന്തമാന്നിട്ട്. പ്രഹ്ലാദ ചെന്ന സമയത്താണ് ഭഗവാൻ ശാന്തനായതല്ലേ. അങ്ങനെ അസംഖ്യം രൂപങ്ങൾ ഭഗവാൻ എടുക്കാൻ കഴിയും. മനസ്സിലാക്കണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ. ഇതൊന്നും വെറൊരു കഥയല്ല. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ചൈത്യ ഗുരുവായിട്ടിരിക്കുന്ന ഭഗവാൻ തന്നെയാ, ഒരു സംശയമില്ല. അല്ലാത്ത പക്ഷം ഇന്ന് ഞാൻ നിങ്ങളെ കണ്ട എനിക്ക് നിങ്ങളത് മനസ്സിലാവും, നാളെ ഇതേപോലെ തോന്നണ്ടേ? ആ തോന്നൽ എവിടെ? ബുദ്ധി, മനസ്സെന്നൊക്കെ പറഞ്ഞ നമ്മൾ ശരീരം കയറി കാണിച്ചു തരാൻ പറ്റില്ല. ഈ ബുദ്ധി നമുക്ക് ആര് തന്നു? എവിടുന്ന് വന്നു? നമ്മൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചു, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും കണ്ണിന്റെ സ്ഥാനത്ത് കണ്ണ്, മൂക്കിന്റെ സ്ഥാനത്ത് മൂക്ക്, ബാഹ്യമായിട്ട് ഉള്ളിലെ വൃക്ക, തലച്ചോറ്, ഇതെല്ലാം യഥാസ്ഥാനത്ത് ഭഗവാൻ എങ്ങനെ വെക്കാൻ കഴിയുന്നു? ഡോക്ടർമാര് പോലും ആശ്ചര്യപ്പെട്ടു, ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ഇതിന്റെ പിന്നിലെല്ലാം ആരാ ഉള്ളത്? ഭഗവാൻ തന്നെ, സംശയമില്ല. എത്ര മായികമായിട്ടുള്ള പ്രപഞ്ചത്തിലായിരുന്നാലും ഭഗവാന്റെ ഒരു അംശം ഇല്ലാണ്ട് അവിടെ ആചാര്യന്മാർ പറഞ്ഞില്ല, ഭഗവാന്റെ ഒരു സ്പർശമില്ലാതെ, ഒരു അനുഗ്രഹം ഇല്ലാണ്ട് പുലിക്കൊടിക്ക് പോലും ചലിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാം കൊണ്ട് ഭഗവാനെ സ്മരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ ഉള്ള ഗുണം? തീർച്ചയായിട്ടും ഭഗവാനെ സ്മരിച്ച് നമ്മുടെ അവസാന കാലങ്ങളിൽ
നമ്മുടെ ശരീരം വെടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ലോകത്തിലേക്ക് നമുക്ക് പോകുന്ന ഉറപ്പുള്ള കാര്യമാണ്. ഈ ശ്ലോകത്തിൽ നമ്മൾ എന്താ പറഞ്ഞു കണ്ടത്? ഭഗവാൻ പറഞ്ഞു, ഞാൻ ജനിക്കുന്നില്ല എങ്കിലും പലതവണ ജനിക്കുന്നു. അതാ നമ്മൾ പറയുന്നത്, ഭഗവാന്റെ ശരീരം അതീന്ദ്രിയമാണ്, സച്ചിദാനന്ദ രൂപമാണ്. അതുകൊണ്ട് തന്നെ അതിന് നാശമേ ഇല്ല. ഭഗവാൻ ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നാശമുള്ള ശരീരം സ്വീകരിക്കുന്നു എന്നല്ല അർത്ഥം. ഭഗവാൻ അതേ ശരീരത്തിൽ ജനിക്കുന്നു, അതേ ശരീരത്തിൽ തന്നെ ഭഗവാൻ ഇവിടെ തിരോധാനം ചെയ്യുക. അല്ല നമ്മളെ പോലെ ജനിച്ച രൂപത്തിൽ വയസ്സായതിനു ശേഷം അസുഖബാധിതരായിട്ടല്ല ഭഗവാൻ ഇവിടുന്ന് തിരോധാനം ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ വികലമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ശില്പോചത്തിൽ എന്താ പറയുന്നില്ല, നമുക്ക് തോന്നുന്നു സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? സൂര്യൻ സ്വസ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ അപൂർണങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളാലാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. സൂര്യൻ യഥാസ്ഥാനത്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. അത് എല്ലാ ലോകത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിൽ പോലെ സൂര്യനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വികലത കാരണം നമുക്ക് അങ്ങനെ തോന്നുകയാണെന്നാ പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? ഭഗവാന്റെ ഒരു ലീല ഉണ്ട്. അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത് ഒറീസയിൽ നടന്ന ഒരു ഭഗവാന്റെ ഒരു ലീലയാണ്. ചൈതന്യ മഹാപ്രഭു നിത്യേന ജഗന്നാഥനെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ തോട്ടാ ഗോപിനാഥ് എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട് അത്ര ഒറീസയില്. അവിടെ പോവായിരുന്നു. അവിടെ ഒരു വയസ്സായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ് ഈ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ വയസ്സായ സമയത്ത് വയസ്സ് ബ്രാഹ്മണൻ ഒരിക്കൽ ഭഗവാനെ വിളിച്ചു പറയണം, ഭഗവാനെ അങ്ങയുടെ മാറിൽ എനിക്ക് ഭാരം അർപ്പിക്കാനൊന്നും കഴിയുന്നില്ലല്ലോ, വയസ്സായിട്ട് വരാൻ വയ്യാണ്ടായി, അങ്ങേക്ക് ചായം പൂശാനും അണിയിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് അന്ന് സന്ധ്യാരതി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരും. പിറ്റേന്ന് ചെന്ന സമയത്ത് വിഗ്രഹം ഭഗവാൻ ഒരു മുട്ടുകാലം ഇങ്ങനെ മടക്കി കുനിഞ്ഞ് നിൽക്കുന്ന ഒരു രൂപത്തിലായിരുന്നു അത്ര അവിടെ കണ്ടത്. ഇന്ന് ചെന്നാലും ഒറീസയിലെ തോട്ടാ ഗോപിനാഥ ക്ഷേത്രം ചെന്നാൽ ഭഗവാൻ അങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാമെന്ന് പറയുന്നു. ഒരു ഭക്തന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഭഗവാൻ അദ്ദേഹത്തിന്റെ കരുണ കാണിക്കുന്നത്. നമ്മൾ പറയാറില്ല, നമ്മൾ ഒരടി നടന്നാൽ ചെന്നാൽ ഭഗവാൻ 10 അടി നമ്മുടെ അരിയിലേക്ക് വരുന്നുള്ള. അതേപോലെ തന്നെ അത് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരെ ശിലപ്രഭാത് ശരിക്കും ഇവിടെ ശാസിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ മായയുടെ പിടിയിലാകപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് നമുക്കറിയാം. ഭഗവാൻ എന്ന് പറഞ്ഞ സൂര്യപ്രകാശത്തോടും മായ അന്ധകാരത്തോടും ഉപയോഗിച്ചിട്ടുള്ളതല്ലേ. എവിടെ സൂര്യന്റെ പ്രകാശം ശോഭ ചെയ്യുന്നു അവിടെ പിന്നെ അന്ധകാരത്തിന് സ്ഥാനമില്ല. അതേപോലെ തന്നെ ഭഗവാന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ പിന്നെ മായാദേവിക്ക് സ്ഥാനമില്ല. തീർച്ചയായിട്ടും ഭഗവാന്റെ ഭാഗം മാത്രമായിരിക്കും നമ്മൾ ജയിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? ഭക്തിയുത ഭഗവത് സേവനം. നേരത്തെ പറഞ്ഞില്ലേ, ബ്രഹ്മാവിന് പോലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയത് എങ്ങനെയാ? ചെറിയ തോതിലെങ്കിലും ഭക്തിയുത ഭഗവത് സേവനം ചെയ്തുകൊണ്ട് മാത്രമാണ് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? തീർച്ചയായിട്ടും ക്ലാസ്സുകളിൽ ഇങ്ങനെ വരിക, ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കേൾക്കുക, അവനാൽ കഴിയുന്ന സേവനം. നമ്മൾ ചെയ്യുന്ന ഒന്നും മറ്റുള്ളവർക്ക് ആർക്കും വേണ്ടിയല്ല. നമ്മൾ ചെയ്യുന്ന എന്ത് സേവനമായാലും ഭഗവാന് വേണ്ടിയാ. ഭഗവാൻ അതെല്ലാം തീർച്ചയായിട്ടും കണ്ടിരിക്കും. ക്ഷേത്രത്തിലാണെങ്കിലും ശരി, എന്ത് സേവയും നമുക്ക് ചെയ്യാം. ഒരുപാട് സേവനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിലുണ്ടല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോവുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യപ്രാപ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ.